ആക്ച്വലി സീമ തന്നെ രണ്ട് തരത്തിലുണ്ട്. സീമ ഇന്ത്യ ആൻഡ് US. ACCയുടെ കോർ ഫോക്കസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, പിന്നെ IFR സ്റ്റാൻഡേർഡ് പാലിക്കുക എന്നിവയിലൊക്കെയാണ്. ഇനി സീമ ഇന്ത്യ ആണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, പിന്നെ ടാക്സേഷനിലൊക്കെയാണ്. ഇനി സീമ USൻ്റെ കോർ ഫോക്കസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് കൺട്രോൾ, ബഡ്ജറ്റിംഗ്, പിന്നെ സ്ട്രാറ്റജിക്കൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെയാണ്. ACC 150 രാജ്യങ്ങൾ റെക്കഗ്നൈസ്ഡ് ആണ്, എസ്പെഷ്യലി UK, യൂറോപ്പ് കൺട്രീസ്, പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ. സീമ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിലും പിന്നെ കുറച്ച് ഗൾഫ് കൺട്രീസിലും മാത്രം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൂ. ഇനി സീമ US ആണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലുമാണ് പ്രൈമറിലി റെക്കഗ്നിഷൻ ഉള്ളത്. പക്ഷേ മിഡിൽ ഈസ്റ്റും സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോലുള്ള റീജിയൻസിൽ ഈ കോഴ്സിന് നല്ല ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഉണ്ട്. ACC പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ഓഡിറ്ററായും ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റായും അതുപോലെ തന്നെ ടാക്സ് കൺസൾട്ടൻ്റായും പ്രവർത്തിക്കാവുന്നതാണ്. ഇനി CMA ഇന്ത്യ പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് കോസ്റ്റ് ഓഡിറ്റർ, ഇൻറ്റേർണൽ ഓഡിറ്റർ, അതുപോലെ തന്നെ ഫൈനാൻസ് മാനേജറായി വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി CMA US പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് അനാലിസ്റ്റ്, അതുപോലെ തന്നെ CFO ആയും വർക്ക് ചെയ്യാവുന്നതാണ്, എസ്പെഷ്യലി ഇൻ മൾട്ടിനാഷണൽ കമ്പനീസ്. ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മേഖലയിൽ ഒരു ഇൻ്റർനാഷണൽ കരിയർ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ACC ചൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഇന്ത്യയിൽ സർക്കാർ വകുപ്പിലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ CMA ഇന്ത്യ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇനി അതല്ലെങ്കിൽ USA പോലുള്ള രാജ്യങ്ങളിൽ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ CMA US ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ.